ഇതാണ് വെർട്ടിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. ഇത് ഈ ഫ്രെയിമിനകത്ത് കയറുകൊണ്ടുള്ള ഭൂവസ്ത്രവും ആ ഭൂവസ്ത്രത്തിനകത്ത് ചകിരിച്ചോറും അവിടെ ആ അന്തരീക്ഷത്തിലെ ആകാശത്തിലേക്ക് ചെടികൾ വളർത്തുന്നതിനുള്ള സംവിധാനമാണിത്. വെർട്ടിക്കൽ ഗാർഡൻ. ഫൈബർ, പിത്തം മുതലായവ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ലാബാണിത്. ടെസ്റ്റ് ചെയ്ത് ഗവൺമെൻറ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇവിടെ ചെയ്യുന്നത് കയർ ഫൈബറിൻ്റെ ഗുണങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതിനുള്ളതാണ്. മോൾഡ് ഇവിടെ അതുണ്ടാക്കാനുള്ള പണിയുണ്ടോ? അല്ല, അതിവിടെ അല്ല, മോൾഡ് നമ്മൾ വെളിയിൽ ചെയ്യിച്ചിട്ടില്ല. ഈ മോൾഡിനകത്തേക്ക് മിശ്രിതം കൂട്ടി ഒഴിച്ചു കഴിഞ്ഞാൽ അതേ രൂപത്തിലുള്ള കലാരൂപങ്ങൾ ലഭിക്കുന്നതാണ്. ചകിരിച്ചോറുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന റെഡിമെയ്ഡ് ലോണാണ്. ഇത് മടക്കിക്കൊണ്ട് പോകാം. അടിയിൽ കയറുകൊണ്ടുള്ള ഭൂവസ്ത്രം, അതിനു മുകളിൽ വേസ്റ്റ് ചകിരി, അതിനു മുകളിൽ ചകിരിച്ചോറ്, ഏറ്റവും മുകളിൽ ചകിരിച്ചോറ് കൊണ്ടുള്ള വളമിട്ടിട്ട് പുല്ല് നടുകയാണ്. ആ പുല്ല് നട്ടതിന് ശേഷം തീർത്ത് കഴിയുമ്പോൾ മടക്കി കൊണ്ടുപോയി എവിടെയും ഇടാം. അത് വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ലോൺ പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇവിടെ കയർ റിസർച്ച് സെൻ്ററിൽ ഇരിക്കുന്നത്. അപ്പോൾ അടിയിലൊരു ഇത് വേണം അല്ലേ, വസ്ത്രം വേണം. ഇതെല്ലാം ചകിരിയാണ്. ഇതെല്ലാം ചകിരിയാണ്. കയർ കൊണ്ടുള്ള ഗ്രീൻ ഹൗസാണിത്. ഇതിനകത്ത് കയറിയപ്പോൾ തന്നെ എന്തൊരു തണുപ്പാണ്, എന്തൊരു സുഖമാണ്. ഇത് നിങ്ങൾ ഒന്നൊക്കെ ഉണ്ടാക്കി നോക്കണം. കയർ കൊണ്ടുള്ള ഗ്രീൻ ഹൗസ്, അതായത് കയർ ജിയോ ടെക്സ്റ്റൈൽസ്, കയർ കൊണ്ടുള്ള പോലെ ഭൂവസ്ത്രം ഉണ്ടാക്കുന്ന ആ ഭൂവസ്ത്രം ഉപയോഗിച്ച് ഇങ്ങനെ ഗ്രീൻ ഹൗസ് ഉണ്ടാകും. ഇതിനകത്ത് എന്തോ ഒരു സുഖം, എന്തോ ഒരു കാലാവസ്ഥ. പുറത്ത് നല്ല ചൂടുള്ളപ്പോൾ തന്നെ ഇതിനകത്ത് എത്ര മനോഹരമാണ്. അതുകൊണ്ട് ഇത് ഒന്ന് ശ്രമിച്ചു നോക്കണം. ഇതാണ് കയർ കൊണ്ടുള്ള ഗ്രീൻ ഹൗസ്. വളരെ തണുപ്പാണ്. ഇത് കൊള്ളാമല്ലോ. കയറുകൊണ്ടുള്ള അതിമനോഹരമായ കുട. ഇത് നല്ലൊരു കലാസൃഷ്ടിയാട്ടോ.
കയറിൻ്റെ നെറ്റിപ്പട്ടം കയറിൻ്റെ ബാഗ്, ഹാൻഡ് ബാഗ്, കൊണ്ടുള്ള ജാക്കറ്റ്, കർട്ടൻ, ഹലോ, കയറുകൊണ്ടുള്ള കർട്ടൻ, അതുപോലെ കയറുകൊണ്ടുള്ള ജാക്കറ്റ്. ഇത് ഈ കയറ് പിരിക്കുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അതെങ്ങനെയാ? കാരണം പ്രൊഡക്ഷൻ കുറവ്. 5 പേര് ഒരു ദിവസം പിരിച്ചാൽ 1 കിലോ തേച്ച് കിട്ടത്തില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ കോസ്റ്റ് വൈസ് വളരെ അധികം. 1 കിലോയ്ക്ക് 1200 മീറ്റർ ലെങ്ത് കിട്ടും. ഈ സാധനത്തിൻ്റെ അതായത് ഈ വെള്ളം ഒഴുകി കൊക്കോലോഗ് ഒക്കെ ഇതിൽ അടിഞ്ഞു പോകും. ഈ റോഡ് സൈഡിലൊക്കെ മാറ്റി വെച്ചിട്ട് പുല്ല് വെച്ചാലേ ഇത് ഈ കയറ് പിരിക്കുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അതെങ്ങനെയാ? കാരണം പ്രൊഡക്ഷൻ കുറവ്. 5 പേര് ഒരു ദിവസം പിരിച്ചാൽ 1 കിലോ തേച്ച് കിട്ടത്തില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ കോസ്റ്റ് വൈസ് വളരെ അധികം. 1 കിലോയ്ക്ക് 1200 മീറ്റർ ലെങ്ത് കിട്ടും. ഈ സാധനത്തിൻ്റെ